കാലത്തിന്റെ കാവ്യനീതി മാത്രമല്ല, പോരാട്ടത്തിന്റെ വിജയഗാഥ കൂടിയാണ് RCBയുടേത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഏത് ചരിത്ര താളുകളിലാണ് നമ്മൾ ഇങ്ങനെ ഒരു അധ്യായം കണ്ടിട്ടുള്ളത്? ഹായ്, നമസ്കാരം. IPL വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക, വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് RCBയും CSKയും ഇന്നലെ പറഞ്ഞിരുന്നു, രണ്ടു ടീമുകൾക്കും ഇന്നാണ് യഥാർത്ഥ എലിമിനേഷൻ എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു കാണികളുടെ ആ ഒരു ജനബാഹുല്യം. ടോസ് ലഭിച്ച ചെന്നൈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBയെ ബാറ്റിങ്ങിന് അയക്കുന്നു. കളി തുടങ്ങി കുറച്ചു നേരത്തേക്ക് മഴ കളി തടസ്സപ്പെടുത്തിയെങ്കിലും RCB പതിയെ തുടങ്ങി, വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ. ക്യാപ്റ്റൻ ഡുപ്ലിസസും വിരാട് കോഹ്ലിയായിരുന്നു അല്പം ആക്രമണകാരി. എന്നാൽ വിക്കറ്റ് കാത്തു സൂക്ഷിച്ചുള്ള ഡുപ്ലിസസിന്റെ കളി മികച്ചതായിരുന്നു. 47 റൺസ് എടുത്ത് കോഹ്ലി ഔട്ടായതിനു ശേഷം ഡുപ്ലിസസ് മികച്ച ഫോമിലേക്ക് ഉയർന്നു. റൺ റേറ്റ് അദ്ദേഹം ഉയർത്താൻ ശ്രമിച്ചു. നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ന് RCBയുടെ ഭാഗത്ത് നിന്ന്. നല്ല ഒരു ടോട്ടൽ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. അവിടെയും ഒരു 18ന്റെ കണക്കുണ്ട്. 219 ടാർഗറ്റ് ചെന്നൈയുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ 201 റൺസ് എടുത്താൽ ചെന്നൈക്ക് ക്വാളിഫൈ ചെയ്യാമായിരുന്നു. എന്നാൽ ആ ഒരു കളിയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇരു ടീമുകളുടെയും. ആ ഒരു പോരാട്ടത്തിനൊടുവിൽ വിജയം RCBക്കൊപ്പമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നേരത്തെ വീഡിയോയിൽ കോഹ്ലിയെ കുറിച്ച്. ഇത് കാലത്തിന്റെ കാവ്യനീതി മാത്രമല്ല, പോരാട്ടത്തിന്റെ വിജയഗാഥ കൂടിയാണ് RCBയുടേത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഏത് ചരിത്ര താളുകളിലാണ് നമ്മൾ ഇങ്ങനെ ഒരു അധ്യായം കണ്ടിട്ടുള്ളത്? കളിച്ച ആദ്യ 8 മത്സരങ്ങളിൽ 7 തോറ്റ് പുറത്തേക്കെന്ന് എല്ലാവരും വിധിയെഴുതിയ ഒരു ടീം. ആ ടീമാണ് ഈ സ്വപ്നതുല്യമായൊരു നേട്ടം. ഇതൊരു പക്ഷേ RCBയെ സംബന്ധിച്ചല്ല, ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇനി കപ്പെടുത്താൽ RCBയുടെ ഈ വിജയ പരമ്പരയുടെ സാക്ഷാത്കാരം പൂർത്തിയാകുന്നത് അവിടെയാണ്. അവസാന ഓവറുകളിൽ പിരിമുറുക്കം ഇരുഭാഗത്തും. അതിനിടയ്ക്ക് മുൻ ക്യാപ്റ്റൻ ധോണി ക്രീസിൽ, ജഡേജ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നു. ധോണി ഇടയ്ക്കിടെ ബാറ്റ് മാറ്റുന്നു. ബാറ്റ് മാറ്റി വന്നതിന് ശേഷം അദ്ദേഹം ടോപ്പ് ഗിയറിലേക്ക് മാറുന്നു. പിന്നീട് അവസാന ഓവറിൽ വേണ്ടത് 17 റൺസാണ്. യാഷ് ദയാൽ എറിഞ്ഞ ആദ്യ പന്ത് ലെഗ് സൈഡ് ഒരു കൂറ്റൻ സിക്സറിന് പറത്തുന്നു ധോണി. പിന്നീട് വേണ്ടത് 5 പന്തിൽ 11. പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങൾ കടന്നു പോകുന്നു. എന്തും സംഭവിക്കാം. ധോണിയാണ് സ്ട്രൈക്കിലുള്ളത്. യാഷ് ദയാലിന്റെ രണ്ടാമത്തെ പന്ത് വീണ്ടും ഒരു കുറ്റൻ ഷോട്ടിന് ധോണി മുതിരുന്നു. പക്ഷേ അത് ഫീൽഡറുടെ കൈകളിലേക്ക്. ധോണി ഔട്ടായി പുറത്താകുന്നു. പിന്നെ വേണ്ടത് 4 പന്തിൽ 11 റൺസ്. മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്ന ജഡേജ നോൺ സ്ട്രൈക്കിലാണുള്ളത്. താക്കൂർ ന്യൂ ബാറ്റ്സ്മാനായി ക്രീസിലെത്തുന്നു. 4 പന്തിൽ 11. ആദ്യ ബോൾ ഡോട്ടാവുന്നു. അതായത് ഓവറിലെ 3-ാമത്തെ പന്ത്. 4-ാമത്തെ പന്തിൽ സിംഗിൾ എടുക്കുന്നു. സ്ട്രൈക്ക് ജഡേജയിലേക്ക്. ഒരു പക്ഷേ ആ ഒരു നിമിഷം ചെന്നൈ ആരാധകരുടെ മനസ്സിലേക്ക് എന്നല്ല, എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയത് കഴിഞ്ഞ ഫൈനലിന്റെ ഓർമ്മകളാണ്. ജഡേജ കളി ജയിപ്പിച്ച ഒരു രംഗം, 2 പന്തിൽ 10 റൺസ് എടുത്ത്. അതേ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇന്ന്. പക്ഷേ ജഡേജയ്ക്ക് ഇത്തവണ രക്ഷകനാകാൻ കഴിഞ്ഞില്ല. 5-ാമത്തെ പന്ത് ഡോട്ട് ബോൾ, 6-ാമത്തെയും ഡോട്ട് ബോൾ. അനിവാര്യമായ വിജയം RCBക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കാലത്തിന്റെ കാവ്യനീതി മാത്രമല്ല, പോരാട്ടത്തിന്റെ വിജയഗാഥയാണ്. അതിൽ എടുത്തു പറയേണ്ട 1-2 മൂവ്മെന്റുകളുണ്ട്. ക്യാപ്റ്റൻ ഡുപ്ലിസസിന്റെ പറന്നൊരു ക്യാച്ച്, കളി തിരിച്ചത് അവിടെയാണ്. മറ്റൊരു രംഗം, RCBക്ക് അനുകൂലമായ ആ വഴിത്തിരിവുകൾ അതായിരുന്നു. രച്ചിൻ രവീന്ദ്രയും ഡൂബെയും ആശയക്കുഴപ്പത്തിലായി. രച്ചിൻ രവീന്ദ്ര റൺഔട്ട് ആകുന്നു. തൊട്ടടുത്ത് തന്നെ ഡൂബെ വിക്കറ്റ് കളയുന്നു. പിന്നീട് രവീന്ദ്ര ജഡേജയുടെ രക്ഷാപ്രവർത്തനത്തിനും
ഫലം കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരു അർഹിച്ച ജയമാണ്, അർഹിച്ച അംഗീകാരമാണ് RCBക്ക് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ RCB ഇനി കപ്പെടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് RCB ഫാൻസുകാർക്ക് വേണ്ടി നമുക്ക് ആശംസിക്കാം.